Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 6 തീയതി മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സബ്ജക്ട്സ്, നമ്പർ 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പർ ആണ് ബികോം ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ. ദെൻ ബികോം BBA സ്റ്റുഡൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ 2 പേപ്പേഴ്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 5 മാർക്സിന്റെ ചോദ്യങ്ങൾ, ഇത് രണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ടോട്ടൽ നമുക്ക് 8 ചോദ്യങ്ങളാണ് വരാ. അതിൽ 6 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം, 4 ഇയർ UGയുടെ ആദ്യത്തെ സിലബസിൽ ആദ്യമായി എക്സാം എഴുതുന്നത് നിങ്ങളാണ്. സോ ഇതിനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ പറയാൻ സാധിക്കില്ല. സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസിന്റെ ബേസിലാണ് നമ്മൾ ഈ സജഷൻസ് നൽകുന്നത്. ഓക്കെ, സോ നാം പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. ഡിഫൈൻ അക്കൗണ്ടിങ് നിർബന്ധമായും പഠിക്കുക. നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം അല്ലേ കേൾക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആ ഒരു ടോപ്പിക്കിൽ തന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് പ്രതീക്ഷിക്കാം 2 മാർക്കിന്. അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ഉണ്ട്. അത് 2 രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ അത് 5 മാർക്കിന്റെ ചോദ്യത്തിൽ ചോദിക്കാം, അതല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദിക്കാം. ഇപ്പൊ കൺസെപ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഉണ്ട് അല്ലേ, മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും. അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ ഉണ്ട്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോ ഇങ്ങനെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്സിലെ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നിർബന്ധമായും പഠിക്കേണ്ട ഒന്നാണ്. മൂവിങ് ടു നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? 2 മാർക്കിൽ വരാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളൊരു ചോദ്യം. ദെൻ മറ്റൊരു സജഷൻ നൽകാനുള്ളത്, ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം, ജേർണലൈസിങ് എന്താണ്? ജേർണലൈസിങ് എന്താണ്? ജേർണൽ എന്താണെന്ന് ചോദിക്കാം. ദെൻ ലെഡ്ജർ എന്താണ് ചോദിക്കാം. ലെഡ്ജർ പോസ്റ്റിംഗ് അല്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗ്. പിന്നെ നമ്മുടെ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് നോക്കി വെക്കുക കേട്ടോ. റൂൾസ് ഓഫ് അക്കൗണ്ടിങ് നോക്കി വെക്കുക. കാരണം ചിലപ്പോൾ അതിൽ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, എന്താണ് റിയൽ അക്കൗണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ, ഇതെന്തെങ്കിലും ബേസിക്കലി നിങ്ങൾക്ക് അറിയണ്ടല്ലേ. നോമിനൽ ചോദിച്ചാൽ നിങ്ങൾ നിർബന്ധമായും ആൻസർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമുക്ക് ടേമുകൾ ഒരുപാടുണ്ട്.
അസെറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ്, അല്ലേ, എക്സ്പെൻസസ് എന്താണ്, അത് ചോദിക്കാം. അതിൻ്റെ ഉള്ളിലുള്ള പല ടീമുകളും ചോദിക്കാം. അപ്പോൾ അസെറ്റ്സിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഫിക്സഡ് അസെറ്റ്, ഞാൻ ഷോർട്ടായിട്ട് കാണിക്കണല്ലോ, ഫിക്സഡ് അസെറ്റ് എന്താണ്, കറണ്ട് അസെറ്റ് എന്താണ്, ലൈബിലിറ്റീസിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്താണ്, കണ്ടിൻജന്റ് ലൈബിലിറ്റീസ് എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം, പ്രതീക്ഷിക്കുന്നതാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അതിൽ തന്നെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, പലപ്പോഴും കാണാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്. ഓക്കെ, അപ്പൊ ടീമുകളുള്ളതിൽ ഏതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഡ്രോയിങ്സ് എന്താണ്, ബേസിക്സ് ആണ് ഇതൊക്കെ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ട്രയൽ ബാലൻസ് എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. അപ്പൊ ഇങ്ങനെ ടേമുകൾ, അസെറ്റ്സ്, ലൈബിലിറ്റീസ്, എക്സ്പെൻസസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്താണ്, അതിൽ അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. അതുപോലെ തന്നെ അതിൽ പല ടേമുകളുണ്ട് ഡിപ്രീസിയേഷനിൽ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, അതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഡിപ്ലീഷൻ എന്താണ്, അതുപോലെ തന്നെ ഒബ്സോളസൻസ്, ഒബ്സോളസൻസ് എന്താണ്, ഓക്കെ, അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻ എന്താണ്. ഇതൊക്കെ നമുക്ക് ഡിപ്രീസിയേഷനെ റിലേറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്ന ടേമുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്നാണ്, രണ്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് എടുത്ത് ചോദിക്കാം. ഇപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ചോദിക്കാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ചോദിക്കാം. അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം WDV, റിട്ടേൺ ഡൗൺ വാല്യൂ, ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതണമല്ലോ, അതും എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, എക്സ്ചേഞ്ച് എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമുക്ക് ഡിസോണർ ഓഫ് ബിൽ എന്താണ്, ഡിസോണർ ഓഫ് ബിൽ എന്താണ്. ദെൻ നെക്സ്റ്റ് നോട്ടിംഗ് ചാർജസ് എന്താണ്, നോട്ടിംഗ് ചാർജസ് എന്താണ്. ഇതാണ് നമ്മൾ കൂടുതൽ. പിന്നെ റിട്ടയർമെന്റ് ഓഫ് ബില്ലും കൂടി ഉണ്ട്, അതും കൂടി വേണമെങ്കിൽ നോക്കാം. ബില്ലിൽ നമ്മൾ കൂടുതൽ 2 മാർക്സിന്റെ പ്രതീക്ഷിക്കുന്ന ടേമുകൾ ഇതൊക്കെയാണ് കേട്ടോ. റിട്ടയർമെന്റ് ഓഫ് ബില്ലും കൂടി നോക്കാം നമുക്ക്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചോദ്യം. ശരിക്കും പറഞ്ഞാൽ 2 മാർക്സിന് കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്, വലിയൊരു പേപ്പർ ആണല്ലോ. പിന്നെ നെക്സ്റ്റ് റിട്ടയർമെന്റ് ഓഫ് ബില്ലും കൂടി ഞാൻ എഴുതി തരാം, ഇനിയിപ്പോൾ അത് മിസ്സാവണ്ട. കൂടുതൽ നമ്മൾ നോട്ടിങ്ങും ഡിസോണറൊക്കെയാണ് കാണാറ്. റിട്ടയർമെന്റ് ഓഫ് ബിൽ എന്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഡിറക്റ്റ് എക്സ്പെൻസസ് എന്താണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണ്. അക്രൂഡ് ഇൻകം, അക്രൂഡ് ഇൻകം എന്താണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിലെ പല കാര്യങ്ങളും ചോദിക്കാം. ബാഡ് ഡെറ്റ് എന്താണ്, ബാഡ് ഡെറ്റ്സ് എന്താണ് നോക്കിയിരിക്കണം. പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, അങ്ങനെയുള്ള പല അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. ഡിറക്റ്റ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം. പിന്നെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ട്രീറ്റ്മെന്റ്, ഇപ്പോൾ ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതൊക്കെ ടേമുകളാണ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്താണ് അതിന്റെ ഡെഫിനിഷൻ, ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ 5 മാർക്കിന്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ് ചോദിക്കാം. അത് 2 മാർക്കിനും ചോദിക്കാം, SCക്കും ചോദിക്കാം അതിൻ്റെ തിയറി. പിന്നെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്.
അതിലെ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ, ആക്റ്റീവ് പാർട്ട്ണർ, അതെടുത്ത് ചോദിക്കാം. ആക്റ്റീവ്, സ്ലീപ്പിംഗ്, ഇതൊക്കെ ആര് എന്നുള്ളത് കൂടുതൽ നമ്മൾ പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷനോ ഡീഡ് എന്താണ് ഇതൊക്കെയാണ് കൂടുതൽ കണ്ടുവരാറ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ പാർട്ണർഷിപ്പിൽ 2 മാർക്കിന്റെ ചോദിക്കാറ് റേഷ്യോ ഉണ്ട്. ഇപ്പോൾ സാക്രിഫൈസിങ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ എന്താണ്, ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഇടാം. ഗെയിനിങ് റേഷ്യോ എന്താണ്, ഗെയിനിങ് റേഷ്യോ. അതുപോലെ തന്നെ ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ, ഇതൊക്കെ എന്താണ് കൺസെപ്റ്റ് നോക്കണം. കൂടുതൽ സാക്രിഫൈസിങ് ഗെയിനിങ് ആണ് വരാം. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കണം. ഗുഡ് വിൽ അതിൻ്റെ പല മെത്തേഡ്സ് ഉണ്ടല്ലോ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, നോർമൽ മെത്തേഡ് അല്ലേ, ആ മെത്തേഡ് നോക്കണം. ഗുഡ് വില്ലിൻ്റെ മീനിങ് ആണ് കൂടുതൽ കണ്ടുവരാറ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, പല മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ്സും നോക്കാം, ചിലപ്പോൾ അതും ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ, ഡെത്ത് ഓഫ് പാർട്ട്ണർ, 2 ടോപ്പിക്കാണ് ലാസ്റ്റ് ഉള്ളത്. അതിൽ ഡിസീസ്ഡ് പാർട്ട്ണർ ആരാണ്, അതും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ടീമുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് 8 ചോദ്യങ്ങളാണ് വരെ, അതിൽ 6 ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്, 12 മാർക്കാണ് പാർട്ട് ബിയിൽ വരുന്നത് കേട്ടോ. സോ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യങ്ങളിൽ ഡിഫൈൻ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ, ഗ്യാപ്പ് എന്താണ്, കൺസെപ്റ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, പലതുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം, ജേർണലൈസിങ് എന്താണ്, ലെഡ്ജർ പോസ്റ്റിംഗ്, ലെഡ്ജർ എന്താണ്, റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, അതിൽ പേഴ്സണൽ, റിയൽ, നോമിനൽ അക്കൗണ്ട് എന്താണെന്നുള്ളത് പഠിക്കുക. പിന്നെ ടേമുകൾ, അസറ്റ്സ്, ലൈബിലിറ്റി, അതിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. ദെൻ ലൈബിലിറ്റിയിൽ ഫിക്സഡ് ലൈബിലിറ്റി, ദെൻ കറണ്ട് ലൈബിലിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി. പിന്നെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ഡ്രോയിങ്സ് എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, ദെൻ ഡിപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ്റെ പല ടൈമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, ഡിപ്ലീഷനോ ഒബ്സോളസൻസോ ഫ്ലക്ച്വേഷനോ ചോദിക്കാറുണ്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് എന്ന് കേട്ടോ. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബിൽ എന്താണ്, ഡിസൈനർ ഓഫ് ബിൽ, നോട്ടിംഗ് ചാർജസ്, നോട്ടിംഗ് എന്താണ്, പിന്നെ റിട്ടയർമെന്റ് ഓഫ് ബിൽ എന്താണ്, പിന്നെ ഡിറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ബാഡ് അറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ്. പിന്നെ പാർട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ, പാർട്ണർഷിപ്പ് ഡീഡ്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, പിന്നെ റേഷ്യോയില് സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ, ഇതൊക്കെ നോക്കുക. ഗുഡ് വിൽ എന്താണ്, അതിൻ്റെ മെത്തേഡ്സ്, ഡിസീസ്ഡ് പാർട്ട്ണർ ആരാണ്. ഓക്കെ, ഇതൊക്കെയാണ് 2 മാർക്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.